ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. നമ്മുടെ വണ്ടിയുടെ ആ മീറ്ററിനകത്തോട്ടൊന്ന് നോക്കിയേ, 135 വെച്ചങ്ങ് കീറുന്ന കണ്ടാവും. സംഭവം തമിഴ്നാട്ടിലാണ്. നമ്മളൊരു ദൂരെ യാത്ര പോവുക. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 416 കിലോമീറ്റർ അകലെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിലേക്ക്, മറ്റെങ്ങുമല്ല, സാക്ഷാൽ ധനുഷ്കോടി. ഞാൻ മുന്നേ ഒരിക്കൽ പോയിട്ടുണ്ട് അവിടെ. അന്ന് ആ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് 2-3 പാർട്ടായിട്ട്. പക്ഷേ വലിയ വ്യൂസൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അതെന്തോ ഞാൻ നമ്മുടെ ചാനലിലേക്ക് ആര് കാണാനല്ലേ. അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, സോളോ ട്രാവലിംഗ് ആയിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ വൈഫുമായിട്ടാണ് പോയത്. അപ്പോൾ വൈഫ് ആ സ്ഥലം കണ്ടിട്ടില്ലല്ലോ, മാത്രമല്ല ആ സ്ഥലം ഒന്നും കൂടെ കാണണമെന്ന് എനിക്ക് അതിയായ മോഹം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടൊരു സ്ഥലം അത്. ആ ഒരു സ്ഥലം മാത്രമല്ല, അങ്ങോട്ടുള്ള വഴിയിൽ നിങ്ങൾ കാണുമ്പോൾ ആയിരിക്കും ഒന്നും ഇല്ലെന്ന്, പക്ഷേ ഒരു വൈബാണ് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ കൂടെ ഒരു വൈബ് അടിച്ചിങ്ങനെ വണ്ടി ഓടിച്ച് പോകുക എന്നൊക്കെ പറയുമ്പോഴല്ലേ, ഈ എൻ്റെ മോനെ കോരി തെറിച്ച് പോവും. രണ്ട് സൈഡിലും വിജനമായ സ്ഥലമാണെങ്കിലും റോഡ് രക്ഷയില്ല, കിണ്ണം കാച്ച് റോഡാണ് കേട്ടോ. ഫുള്ളിങ്ങനെയാണെന്നല്ല, എന്നാലും ഒരു 90% ഇതേപോലുള്ള റോഡുകളാണ്. അപ്പോൾ റോഡുകളിൽ കുറേ ചതികളും കെണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തോടൊക്കെ ഞാൻ വരാം. അപ്പം ധനുഷ്കോടിയിലോട്ട് നമ്മൾ വെളുപ്പിൽ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി. ഒരു 8 മണിക്കൂർ കൊണ്ടങ്ങ് എത്തി. റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകണം കേട്ടോ നിങ്ങൾ. അല്ലാതെ നല്ല വണ്ടിയാണ്, പവറുള്ള വണ്ടിയാണ്, കയറി പോകുമെന്നൊക്കെ പറഞ്ഞ് ഒറ്റയടിക്ക് വെച്ചങ്ങ് കീറി കഴിഞ്ഞാണ്ടല്ലോ ഊപ്പാടുള്ളായി പോകും. എത്ര പവറുള്ള വണ്ടിയാണെങ്കിൽ പോലും ഒരു 100-150 കിലോമീറ്റർ കഴിയുമ്പോൾ ഇറങ്ങി നിന്ന് കയ്യും കാലും നിന്നിട്ട് ഒരു 15 മിനിറ്റൊക്കെ റെസ്റ്റ് എടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. നല്ല ചൂടാണ് കേട്ടോ. ധനുഷ്കോടിയിലോട്ടൊക്കെ പോകുന്നവർ ശ്രദ്ധിച്ചോ, നല്ല ചൂടാണ്. തമിഴ്നാട്ടിലോട്ട് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു 10-20 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ പിന്നെ ചൂട് കൂടി വരും. എന്താണെന്ന് അറിയാം, തമിഴ്നാട്ടിൽ ഭയങ്കര ചൂടാണ്. പ്രത്യേകിച്ച് ധനുഷ്കോടിയുടെ ആ ഒരു ഭാഗത്തോടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഉരുകി ഒലിച്ച് പോത്തേ ഉള്ളൂ. അപ്പം വെള്ളമൊക്കെ അത്യാവശ്യം കയ്യിൽ കരുതിക്കോളാം. ധനുഷ്കോടിയിൽ ഒരു രൂപ വെള്ളത്തിന് 25 രൂപ, 5 രൂപ എക്സ്ട്രാ കൊടുക്കണം. അതിനേക്കാൾ നല്ല രാമേശ്വരത്ത് നിന്ന് 20 രൂപയ്ക്ക് വെള്ളം മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. 5 രൂപ കുറഞ്ഞ് കിട്ടുമല്ലോ, വെറുതെ ചുമക്കണമെന്നേ ഉള്ളൂ. അപ്പം ധനുഷ്കോടിയിലോട്ടുള്ള യാത്രയിൽ പോകുന്ന സമയത്ത് നമുക്കന്ന് ഒരുപാട് കാറ്റാടി പാടങ്ങൾ കാണാൻ പറ്റും. അത് കാറ്റാടി പാടത്തിന് 2 സൈഡിലും ഒരുപാട് കാറ്റാടി മരങ്ങൾ, അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നത് എൻ്റെ മോനെ, അയ്യോ കിടിലുമാണ് കേട്ടോ. നല്ല രസമാണ്. ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് റോഡിൽ ഹമ്പുകൾ, ഒരു രക്ഷയില്ലാത്ത ഹമ്പുകളാണ്. നമ്മുടെ ഇവിടെ കാണുന്ന പോലെ തുക്കട ഹമ്പൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ എന്തുവാ, അസ്ഥാനത്ത് കൊണ്ട് പല വലിപ്പത്തിലുള്ള ഹമ്പുകൾ വെക്കും. പക്ഷേ ഈ തമിഴ്നാട്ടിൽ നിന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ധനുഷ്കോടി റൂട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഹമ്പുകൾ ഒരുപാടുണ്ട്. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന റോഡല്ലേ. ഇടയ്ക്ക് ജനവാസം കൂടുതലുള്ള സ്ഥലങ്ങളിൽ, സ്കൂളുകൾ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലും ജംഗ്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു സ്ഥലത്തിൽ മുന്നറിയിപ്പ് പോലെ അവർ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഹമ്പുകൾ വെക്കത്തുള്ളൂ. നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്തേ പറ്റൂ, പക്ക സ്ലോ ആക്കി വേണം വണ്ടി എടുത്തുകൊണ്ട് പോകാൻ എന്ന് തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുന്ന ഹമ്പുകളാണത്. അറിയാതെ ഹമ്പിനകത്തൂടെ ചാടിക്കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് പോത്തതേ ഉള്ളൂ. അമ്മാതിരി ഹമ്പാണ്, വണ്ടി അങ്ങ് ഏറെ നിൽക്കും. ഇത് കണ്ടോ, നമ്മുടെ ലീഫാണ്, കാറ്റാടി മരത്തിൻ്റെ ലീഫാണ്. എന്നാൽ വലിപ്പം നോക്കി, അയ്യോ എന്തൊരു നീളമാണ്. നമ്മൾ കാറ്റാടി മരത്തിനകത്ത് ഇങ്ങനെ നിൽക്കുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും വലിപ്പമുണ്ടെന്ന് തോന്നത്തില്ല. ഭയങ്കര വലിപ്പമാണ് സാധനത്തിന് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഈ ഹമ്പുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു മുട്ടൻ്റെ ഹമ്പ് കയറി പയ്യെ വേണം. നമ്മൾ 100-150 വന്നോട്ടെ, ഹമ്പ് കാണുമ്പോൾ ചവിട്ട് 0-ൽ എത്തിച്ച് നോക്കണം വണ്ടി, അല്ലെങ്കിൽ വണ്ടിയുടെയും നമ്മുടെയും ഊപ്പാടുള്ളവും. പിന്നെ അതുകൊണ്ട് ഇതേപോലെ ക്രോസ് ചെയ്യുന്ന കുറേ ബിരുദന്മാരുണ്ട്. വല്ല മട്ടുമുണ്ടോയെന്ന് നോക്കി. നമ്മൾ 70-ന് മേലെ കയറി വന്ന് ആശാനെ കണ്ടുകൊണ്ട് നമ്മളങ്ങ് ചവിട്ടി നിർത്തിയത്. അവർക്കൊരു കുലുക്കവും ഇല്ല, അവർക്ക് ക്രോസ് ചെയ്യേണ്ടപ്പോൾ പയ്യെ സമാധാനത്തിൽ ക്രോസ് ചെയ്യും. കന്നുകാലികളെ നല്ല രീതിയിൽ സൂക്ഷിച്ചോണം. ഓവർ സ്പീഡൊക്കെ എടുത്ത് പോവാം, പക്ഷേ ഹമ്പ് സൂക്ഷിക്കണം, കന്നുകാലികളെ സൂക്ഷിക്കണം. ആടുണ്ട്, കാളയുണ്ട്, പശുവുണ്ട്, പോത്തുണ്ട്, സർവ്വ സാധനങ്ങളുണ്ട്. ദോഷം പറയരുതല്ലോ. നമ്മുടെ നാട്ടിലുള്ള പോലെ പട്ടി കുറുക്കി ചാടുന്ന പ്രശ്നം അവിടെ ഇല്ല. പട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ അവറ്റകളെങ്ങനെ കുറുക്കി ചാടിയൊന്നും വന്നിട്ടില്ല. റോഡിൽ നടക്കുന്ന അവറ്റകളെങ്ങനെ കയറി കടന്ന് ഞാൻ കണ്ടില്ല. പക്ഷേ ഈ കന്നുകാലികളെന്ന് പറഞ്ഞ സാധനം, അവറ്റകൾ രക്ഷയില്ല കേട്ടോ. ഒരാടൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ടല്ലോ, ഒരുപാടുണ്ട്. അപ്പോൾ വണ്ടിക്കകത്തെങ്ങാനും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങോട്ട് കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ കാശ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. നമ്മുടെ ആശുപത്രി ചിലവ്, നമ്മുടെ വണ്ടിയുടെ റിപ്പയറിങ്, കന്നുകാലിയുടെ നഷ്ടപരിഹാരം എല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് ഇറങ്ങും. പിന്നെ നാട്ടുകാർ കൈ വയ്ക്കുകയാണെങ്കിൽ അത് മേടിക്കാനും തയ്യാറായിക്കോണം. സ്പീഡൊക്കെ കൊള്ളാം, ഒരു മുൻകരുതൽ, ജാഗ്രത പാലിക്കുക. ഈ ഇച്ചിരൂടെ പോകുമ്പോൾ ഒരു ആട്ട് വട്ടം ചാടുന്നുണ്ട്. അതൊന്നുമല്ല, ധനുഷ്കോടി എത്തിയപ്പോൾ ഒരു മയിലിനെ ഇടിച്ചു കൊല്ലാൻ നോക്കിയാൽ. അയ്യോ കോമഡി ആയിരുന്നു. അത് ഞാൻ വീഡിയോ പിന്നെ കാണിച്ചുതരാം. കണ്ടില്ല, ആട് ചാടിപ്പോയി കണ്ടില്ലേ. ഇതേപോലൊക്കെയുള്ള കുറേ ഇൻസിഡൻ്റൊക്കെ കുറേ ഉണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും വില്ലിങ് ആയിരിക്കണം. ഒരു 2 പേരിൽ എപ്പോഴും ബ്രേക്കിനകത്ത് ഉണ്ടായിരിക്കണം. വണ്ടിയെ കൺട്രോൾ വിട്ടങ്ങ് ഓട്ടിക്കരുത്. മനം മറന്ന് ഓട്ടിക്കരുത് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊന്നും പോകരുത്. പിന്നെ ധനുഷ്കോടിയിലോട്ട് പോകുന്നവർ രാത്രിയിൽ ഒരു കാരണവശാലും വണ്ടി ഓടിക്കരുത്.
കാരണം നിങ്ങൾക്ക് നോക്കിയറിയാം, ഒരു ഒറ്റ സ്ട്രീറ്റ് ലൈറ്റില്ല, ഒറ്റ ബിൽഡിംഗ് ഇല്ല, ഷോപ്പുകളില്ല, ഒന്നുമില്ല. ഈ ഒരു പട്ടാപ്പകൽ തന്നെ റോഡിൽ ആൾക്കാർ കുറവാണ്. അപ്പം രാത്രി ആയിക്കഴിഞ്ഞാൽ അതുപോലും കാണത്തില്ല. നമ്മുടെ തൃശ്ശൂരിൽ തന്നെ നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും, സ്വർണ്ണ വ്യാപാരികളെ നടു റോഡിൽ വെച്ച് വണ്ടി തടഞ്ഞ് 10ഓളം വരുന്ന സംഘം വണ്ടികൾ തടഞ്ഞ് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയത്. അതും ഒരുപാട് ആൾക്കാരുടെ നടുക്ക് വെച്ചിട്ട്. അങ്ങനെയുള്ളപ്പം ഈ തമിഴ്നാട്ടിൽ ഇത്ര വിജനമായൊരു സ്ഥലത്ത് വെച്ച് ആർക്കെങ്കിലും നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? പിന്നെ അത് തന്നെ മെയിനായിട്ടുള്ള കാരണം. പിന്നെ വെട്ടവും വെളിച്ചവും ഇല്ലാതെ വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് കന്നുകാലികളോ ഹമ്പോ ഒക്കെ ഉണ്ട്, എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അവിടെ കടക്കാനേ പറ്റത്തുള്ളൂ. സഹായത്തിന് പോലും ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ രാത്രിയിൽ ധനുഷ്കോടിയിലോട്ടുള്ള യാത്ര ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഉള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറയാം. പിന്നെ പ്രത്യേകിച്ച് ബൈക്കിൽ പോകുന്നവർ, കാറിൽ പോകുന്നവർക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സേഫ്റ്റി കാണും, പക്ഷേ ബൈക്കിൽ പോകുന്നവർക്ക് ഒട്ടും സേഫ്റ്റി ഇല്ല. അതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ തന്നെ ധനുഷ്കോടിയിലോട്ടുള്ള യാത്ര പോകാൻ ശ്രമിക്കുക. പിന്നെ പെട്രോൾ പമ്പിന് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. മുക്കിനും മൂലയിൽ ഏത് പട്ടിക്കാട്ടിലാണെങ്കിൽ പോലും, വീടും ആൾതാമസവും ആൾക്കാരും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ പോലും പെട്രോൾ പമ്പ് ഉണ്ടാവും. പെട്രോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓരോ 2 കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്ററോ കൂടുമ്പം പെട്രോൾ പമ്പ് കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം പോയി വെള്ളം കുടിക്കാനായിട്ടൊരു കടയിൽ കയറി. വെള്ളം കുടിച്ചിട്ട് ഇറങ്ങിപ്പോണ്ട് ഒരു ആശാൻ വന്ന് നമ്മുടെ വണ്ടി മണപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൊമ്പും തലയും കണ്ടപ്പോൾ തന്നെ എൻ്റെ മുട്ട് വിറച്ചു. ഒരു മുട്ടനൊരു സൈസ് കറുത്ത മുട്ടനാട്. വണ്ടിയിലോട്ട് കയറണോ വേണ്ടെന്നൊരു ഡൗട്ടിലായിരുന്നു. പിന്നെ ആശാൻ നൈസായിട്ടങ്ങ് പോയി. അതിൻ്റെ കൊമ്പൊന്ന് നോക്കി, എന്നാ കൂർത്ത കൊമ്പാവും. ഒറ്റ കുത്തിന് ഇപ്പുറത്തോട്ട് ഇറങ്ങി അപ്പുറം വരും. അവളാണെങ്കിൽ പേടിച്ച് ദൂരം മാറി. ഈ ആടിനെയൊക്കെ കണ്ട് പേടിച്ച് മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹ്യൂജ് സൈസ് ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ സൈസിനൊക്കെ വലിപ്പമുണ്ട്, അതിൻ്റെ കൊമ്പിൻ്റെ സൈസിന്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് സാക്ഷാൽ പാമ്പൻ പാലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. എന്നാ ഒരു വ്യൂ ആണ് എൻ്റെ ആശാനെ. ഒരു പാലം തന്നെയല്ലോ, പക്ഷേ നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. എത്ര നേരം നോക്കി നിന്ന് നമുക്കൊരു പിടുത്തം കാണത്തില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടല്ലേ പണിഞ്ഞു വെച്ചേക്കുന്നത്. ആ ഒരു കടലും ആ ഒരു ഫിഷിംഗ് ബോട്ട്സും ആ ഒരു റെയിൽപാളവും, എൻ്റെ മോനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ധനുഷ്കോടിയിലോട്ട് എത്തിയിട്ടോ. റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷമാണ് നമ്മൾ ധനുഷ്കോടിയിൽ എത്തിയത്. അപ്പടെ ടയേർഡായിരുന്നു. വൈകുന്നേരം സമയമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ ധനുഷ്കോടി എന്ന് പറയുന്നത്. ആ ഫ്രണ്ടിൽ അങ്ങേയറ്റം നിങ്ങൾക്ക് ആ ഒരു സ്തൂപം കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട്. മലയാളികൾ വളരെ കുറവാണ്, കൂടുതലും കർണാടകക്കാരാണ്. തമിഴന്മാരെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ്. അവരാണെങ്കിൽ ഈ ഒരു ശ്രീരാമൻ്റെ ഒരു ഐതിഹ്യമുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് തന്നെ ബഹുഭൂരിപക്ഷം നോർത്ത് ഇന്ത്യൻസും ഈ ഒരു സ്ഥലത്ത് വരുന്നത്. ഒരുപാട് പേര് കൂട്ടത്തോടെ വന്ന് ഉറക്കെ നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ ഒന്നും ഇങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ല. ഈ ആൾക്കാർ കൂടെ നിൽക്കുന്നത് മറ്റേ ടെലസ്കോപ്പിൽ കൂടെ ശ്രീലങ്ക കാണാൻ വേണ്ടിയിട്ടാണ്. 20 രൂപ ടിക്കറ്റിൽ ടെലസ്കോപ്പിൽ കൂടെ ശ്രീലങ്ക ഒരു പൊട്ട് പോലെ അതിനകത്തൂടെ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തിട്ടും കാര്യമില്ല. ഇത് ധനുഷ്കോടിയിലെ ബീച്ച് സൈഡാണ്. ലെഫ്റ്റ് സൈഡിൽ ബംഗാൾ ഉൾക്കടലും റൈറ്റ് സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇത് ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടലിൽ ധനുഷ്കോടിയിലെ തിരമാലയില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് എന്ത് വാഴയ്ക്കാണ് വരുന്നത്, തിരമാല അല്ലേത്? പക്ഷേ ഇത് തിരമാല ആണ്, പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ ഉത്ഭവിച്ച് വരുന്ന തിരമാലയല്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഓളങ്ങളാണ് ഇങ്ങോട്ട് അടിച്ചു കയറി വരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചുറ്റിക്കറങ്ങി കാണാനായിട്ട് പോയതാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ധനുഷ്കോടി പോയൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് പോവാം. ഇതുകൂടെ പറഞ്ഞേക്കാം, ധനുഷ്കോടിയിൽ ഉപ്പിൻ്റെ അംശമില്ലാത്ത ഒരു വാട്ടർ സോഴ്സാണ് ഇത്. അവിടെയുള്ള ആൾക്കാർ കുടിക്കാനും ഫുഡ് പാകം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് വെള്ളമാണ്. ഇതിനകത്ത് ഒരു തരി പോലും ഉപ്പില്ല. ഇതൊരു കിടിലൻ സ്പോട്ടാണ്. ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല. കിടിലൻ ഒരു ഫീലിങ്സാണ് നമുക്ക് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാം, ധനുഷ്കോടിയിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എൻട്രി ഉള്ളത്. അവിടെ ചെക്ക് പോസ്റ്റ് തുറന്നു തരണമെങ്കിൽ രാവിലെ 6 മണിക്ക് തുറക്കും, വൈകുന്നേരം 5 മണി കഴിഞ്ഞ് ക്ലോസ് ചെയ്യും. അപ്പം ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇത് കൂടാതെ പിറ്റേന്ന് രാവിലെ ഞാൻ ധനുഷ്കോടിയിലോട്ട് വീണ്ടും പോകുന്നുണ്ട് സൺറൈസൊക്കെ കാണാനായിട്ട്. ആ സമയത്ത് ചെക്ക് പോസ്റ്റ് തൊട്ട് ധനുഷ്കോടിയിലെ സ്തൂപം വരെ ഞാൻ വണ്ടി ഓടിച്ച് പോകുന്ന റോ വീഡിയോ, സംസാരമൊന്നുമില്ല, ഫുൾ റോ വീഡിയോ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം.